വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്റെ കൊച്ചു കൊട്ടാരത്തിലെ വലിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. സെലിബ്രേഷൻ അല്ല ഗൈസ്, ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ചൊക്കെ തോരണങ്ങളൊക്കെ കാണാം. എന്റെ ഇവിടുത്തെ ഇതൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ചെറുതായിട്ട് ക്രിസ്മസിന്റെ സൂത്രങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് വോൾ ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വോളിൽ ഇങ്ങനെ ട്രീ ചെയ്യത്തില്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ നമ്മുടെ ഷോപ്പിൽ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചു. എങ്ങനെ പിശുക്കാണ്. അപ്പൊ ഇനി നമ്മളവിടെ വേറെ വാങ്ങിക്കണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ കൊച്ചു സ്ഥലത്ത് ഒരു വലിയ ട്രീ എടുത്ത് വെക്കാനും, പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ എന്റെ ഈ ഒരു ഏരിയയിൽ ഓൾറെഡി ഈശോയും കാര്യങ്ങളും, പിന്നെ ഇവിടെ കുറെ ഡെക്കറേഷനും പൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വീണ്ടും ഞാൻ ഇവിടെ ഒരു ട്രീയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അരോചകമാകും. ഓൾറെഡി ഫുള്ള് ലൈറ്റും കാര്യങ്ങളും, അതിൻ്റെ കൂടെ പിന്നെ ഇവിടെ വെച്ചിട്ട് രസമില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ നമുക്ക് ചെറിയൊരു ഇങ്ങനെ കൊടുക്കാം, നമുക്കപ്പോ വീഡിയോ ഒക്കെ എടുക്കും, ബാക്ക്ഗ്രൗണ്ടും ആകും. അപ്പൊ നമുക്ക് ഈ ഇതുകൊണ്ട് നമുക്ക് കടയിലും വെക്കാന്ന് വിചാരിച്ചേട്ടോ. അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ്. സത്യം ഒരു കാര്യം പറയട്ടെ, ഞാനാണെങ്കിൽ ഞാൻ ഇത് ഓൾറെഡി ഒന്ന് ചെയ്തതായിരുന്നു. സത്യത്തിൽ അന്ന് എനിക്കിങ്ങനെ ഈ ബോളി വെക്കാനുള്ള ഹുക്ക് വേണമല്ലോ. ഞാൻ കാണിച്ചു തരാമേ. ഈ സൂത്രം വേണ്ടത് ഈ ഹുക്ക് വെച്ചിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഭിത്തിയിൽ ഈ സംഭവങ്ങളൊന്നും ഒട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ആണെങ്കിൽ ഞാൻ ഈ സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, വൈറ്റ് കളറിലെ ഒട്ടിച്ച രണ്ടു വശത്തും പശയുള്ള ആ സാധനമാണ് ഞാൻ ചെയ്തത് കേട്ടോ. സംഭവം വെച്ചാൽ എന്നാ സംഭവം അപ്പൊ ഒട്ടി ഇച്ചിരി പാടായിരുന്നു. എന്റെ ഒരു ആക്രാന്തത്തില് എനിക്ക് എത്രയും പെട്ടെന്നെല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വീഡിയോയും കുറച്ചെടുത്ത് വെച്ചായിരുന്നു. എല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി ഒരു വിധത്തിൽ ലൈറ്റും ഒക്കെ ഇട്ടു. രാവിലെ ട്രീയും എല്ലാം കൂടെ മറിഞ്ഞ് നിലത്ത് കിടക്കും. എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി, അയ്യോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വർക്കൗട്ട് ആകില്ല എന്ന് മനസ്സിലായി. പിന്നെ എല്ലാം വലിച്ചു കളഞ്ഞു. ഈ ഭിത്തിയിലെല്ലാം ആ ഒരു സ്റ്റിക്കിന്റെ ഇത് കാണാമോ നിങ്ങൾക്ക്? ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു സൈസ് സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇതാക്കുക എന്നുള്ളതായിരുന്നു എന്റെ പരിപാടി. എനിക്ക് കൈ കഴിക്കുന്നു കേട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ എനിക്ക് കൈ കഴിച്ചിട്ട് പോയി ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ അങ്ങനെ എല്ലാം ചെയ്തു. ഞാനിപ്പം അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ വീഡിയോ എടുക്കാൻ കേട്ടോ. വീണ്ടും പാളിപ്പോകുന്നുള്ള അല്ലേ തന്നെ നമ്മളിപ്പോ എന്ത് തീരുമാനിച്ചാലും എല്ലാം പാളി പോകുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് സെറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ എന്തായാലും ഞാൻ നോക്കിയപ്പോ ഇത്രയൊക്കെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി താഴോട്ട് കൂടെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ഞാൻ ഈ സൂത്രമാണ് കേട്ടോ വാങ്ങിച്ച, ഈ പച്ച കളറിലേ. ഇതിന് ഒരെണ്ണത്തിന് അന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച 50 രൂപ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ അന്ന് 2 എണ്ണേ വാങ്ങിച്ചോളാം. പക്ഷെ 2 എണ്ണം തികയത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇന്നലെ പിന്നെ സുബിൻ പോയിട്ട് വീണ്ടും 2 എണ്ണം കൂടെ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല തിക്കായിട്ട് ഇങ്ങനെ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ പണി തുടങ്ങട്ടെ. അപ്പൊ ഞാൻ ക്രിസ്മസ് ആയിട്ട് ഫുള്ളായിട്ട് ഈ കൊച്ചു കൊട്ടാരത്തില് മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. ഞാനാണ് സത്യത്തിൽ ഒരു മൂഡില്ലായിരുന്നു ഗൈസ്. എന്താ പറയണ്ടേ, നിങ്ങളെന്റെ ഷോർട്ട് വീഡിയോ കണ്ടോന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞില്ലേ ചെറിയൊരു ഇതൊക്കെ പാളി ഇങ്ങനെ നമ്മള് എന്താ പറയാ, പറയണോ പറയേണ്ടത് അറിയത്തില്ല. ഇനി ചെറുതായിട്ടെന്ന് പറയാം. ചില കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെ കൈ വെള്ളയിൽ ഇങ്ങനെ ഒരാൾ കൊണ്ടു തന്നു, നീ ഇത് എടുത്തു കേട്ടോ അല്ലെങ്കിൽ തന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വെള്ളയെ കൊണ്ട് വെച്ചിട്ട് നമ്മളതിങ്ങനെ ഇതിൽ ഭക്ഷണ സാധനമായിട്ട് അതൊന്നും പെട്ടെന്ന് റിലേറ്റഡ് ആവുമല്ലോ. നമ്മളിതിങ്ങനെ കഴിക്കാൻ വേണ്ടി വാ തുറന്ന് ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് തട്ടിപ്പറിച്ചോണ്ട് പോയിട്ട് ഇത് നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സീനില്ലേ. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും നല്ലതിനായിരിക്കാം. എപ്പോഴും ചിന്തിക്കുന്ന പോലെ എല്ലാം നല്ലതിന് വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം നല്ലതിനെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് പെട്ടെന്ന് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകൾ വരും. അങ്ങനെ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയല്ലേ. നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞു തന്നാലും നമ്മളോട് പറയോ അങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലെ ലൈഫ് ഇങ്ങനെയല്ലേ, ഇതൊക്കെ ഇങ്ങനെ വരും, നീ ഒന്ന് വിഷമിക്കും, ഇങ്ങനെയൊക്കെ ഒരു 1000 പേര് ചുറ്റിയെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് നമ്മളെ മനസ്സിലാക്കാൻ നമുക്കറിയാവുന്ന പോലെ നമ്മളെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയത്തില്ല. നമ്മുടെ മൈൻഡിൽ കൂടെ എന്താ കടന്നു പോകുന്നത്, നമ്മളെ എന്ത് ചെയ്താലാ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റുന്ന ഒരാള് നമ്മൾ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഡെക്കറേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ കഥ പറച്ചിലായി. പറയട്ടെ, എനിക്ക് പിന്നെ വേറെ ആരുള്ള, നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പൊ
അപ്പൊ അങ്ങനെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ആശ്വസിപ്പിച്ച് സെറ്റാക്കി അങ്ങനെ ഞാൻ നല്ലൊരു കുളിയൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഓയിലൊക്കെ വെച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഹെയർ കെയറിന്റെ സംഭവങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ടിപ്പ് നമ്മുടെ കഞ്ഞിവെള്ളം ചെയ്തു. കഞ്ഞിവെള്ളം ചെയ്ത് 2 ദിവസം ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. വീണ്ടും താരന് നല്ല രീതിയിൽ ഡ്രൈ ആയി സെറ്റായി. ഇപ്പൊ ഞാൻ വേറൊരു മിക്സ് ചെയ്തൊരു ഓയിൽ ഉണ്ടാക്കി അതാണൊന്ന് അപ്ലൈ ചെയ്ത്. അപ്പൊ എനിക്ക് ചെറിയൊരു എന്തോ ഒരു കുളിർമയൊക്കെ തോന്നി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ആശ്വാസം പോലെയൊക്കെ തോന്നി. നോക്കട്ടെ, 2-3 കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏറ്റവും നല്ല ഏതാന്നൊക്കെ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യാം, കുറവാണെങ്കിൽ, കുറഞ്ഞാല്, ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഞാനുണ്ടല്ലോ പിന്നെ ഒരു സൂത്രം വാങ്ങിച്ചെന്നല്ലേ കാണിച്ചു തരാം. ഈ മുന്നുന്ന ലൈറ്റ് ഉണ്ട്, എനിക്ക് ലൈറ്റ് ഭ്രാന്താന്നറിയാലോ. പിന്നെ ഇതേണ്ട ഇതും ഉണ്ട്. ഇത് നമ്മുടെ USB കേബിൾ എന്തെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ ഇതും കത്തും. നല്ല രസമുണ്ട് കാണാനല്ലേ. എത്രയായിരുന്നു? 80 രൂപയായിരുന്നു കേട്ടോ. എനിക്ക് കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കായിരുന്നു ഈ സൂത്രം വേണമെന്ന്. അല്ലാതെ ലൈറ്റ് ഇഷ്ടംപോലെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഇന്നലെ വാങ്ങിച്ചു, ഇന്നലെ പോയ സമയത്ത്. അപ്പൊ കത്തി വെച്ച് സമയം കളയുന്നില്ല കേട്ടോ. നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. അങ്ങനെ നമ്മുടെ ചാനല് സന്തോഷമായി ഗൈസ്, 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസത്തില് ഒരു 5K കഴിഞ്ഞു, 6Kയിലാന്ന് തോന്നുന്നു, അല്ല 8Kയില് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ, കഴിഞ്ഞ ഏപ്രില് 8Kയിൽ നിന്നിട്ട് ആ 8K നിരങ്ങി ഒന്ന് 10K ആകാൻ വേണ്ടി എടുത്ത സമയം ഏപ്രില്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ പിന്നെ കൂട്ടണ്ട, പോട്ടെ, അതിനെ വിട്ടേക്കാം. അപ്പൊ എത്ര? 7 മാസം ഗൈസ്, 7 മാസം എടുത്തു ഈ ഒരു 10K ആകാൻ. പരീക്ഷണം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പരീക്ഷണം കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് പിന്നെ ഇങ്ങനെയല്ല, എല്ലാം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ നടക്കേണ്ട കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഇങ്ങനെ ഇതേണ്ട ആ ട്രീ ഇരിക്കുന്ന പോലെ വളഞ്ഞ് നിരങ്ങി പണ്ടാരടക്കി എന്നെ കുറെ കരയിപ്പിച്ച് ഞാൻ കരഞ്ഞ് എന്തെന്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം പിന്നിൽ എനിക്ക് പറയാൻ വലിയൊരു സ്റ്റോറി കാണും കേട്ടോ. സത്യമായിട്ട് എനിക്കിപ്പോ ഓർത്തിരിക്കാൻ മാത്രം അങ്ങനെയാണ് ചിലർ ലൈഫ്, അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ ഒന്നൊരു കുത്തിരിയല്ല. അപ്പൊ ഇനി ഞാൻ കഥ പറയുന്നില്ല കേട്ടോ, ഭയങ്കരമായിട്ട് കഥ പറച്ചിലിച്ചിട്ട് കൂടുതലാ. നിങ്ങൾ ഇനി ഓർക്കിപ്പെടുമ്പോൾ എന്ത് കിടന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ട്രീയുടെ കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ചക്രമ താങ്ക് യു സോ മച്ച്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പം അധികം കാശയിലുമില്ലാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പൊ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊന്നും ട്രീ ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും നമുക്ക് ഇതില്ലാത്തത് കൊണ്ടൊക്കെ വഴി കാണുന്ന ഏതൊക്കെയോ ഒരു പുല്ലൊക്കെ വെട്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു കേട്ടോ. അതിലേറ്റവും രസകരമായ ഒരു സംഭവം, എന്റെ ചെറുപ്പത്തിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനും ക്രിസ്മസ് ട്രീ കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടുന്നോ ഈ ഓല പോലിരിക്കുന്ന എന്തോ സാധനം കൊണ്ടുവന്ന് ഞാൻ വീടിന്റെ ഫ്രണ്ടില് എന്തോ പുൽക്കൂട പോലെയാണോ എന്തോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിക്കത്തില്ലേ വെറുതെ വീടൊക്കെ ഉണ്ടാക്കി, അതേപോലെ സെറ്റ് ആകുന്നത് അകത്ത് ഉണ്ണീശോയൊക്കെ എടുത്തു വെച്ചു. രാവിലെ ആയപ്പോ നോക്കിയപ്പോണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലാണ് വഴി കൂടെ പോയി പശു വന്ന് എന്റെ ആ പുല്ല് മൊത്തം തിന്നിട്ട് പോയി ഗൈസ്. കൂടുമെല്ലാം പൊളിച്ച് നിലത്തിട്ടു. ഞാനന്ന് കുഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്റെ പുൽക്കൂട് തിന്നിട്ട് പോയി പശുവിനെ ഓർത്ത് കരഞ്ഞ നിമിഷം പശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഏതോ ഒരു പുല്ല് വെച്ചായിരുന്നു ഞാൻ ആ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ. അതും പശുവൊക്കെ പോകുന്ന വഴിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനത് ഓർക്കുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വീട്ടിൽ വളരെ എളുപ്പത്തിൽ അധികം പൈസ ചെലവൊന്നുമില്ല. ഇതിനിപ്പം എന്താണ് അതിന്റെ ഒരു പച്ച സാധനത്തിന് 50 രൂപയായിരുന്നു കേട്ടോ. നാട്ടിലും അത്രയും രൂപയ്ക്ക് കിട്ടുമായിരിക്കും. അപ്പൊ ഒരു 200 രൂപ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇതുപോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒരു ലൈറ്റ് വിട്ടാൽ ക്രിസ്മസ് ട്രീ ആയിട്ടോ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും തൂക്കണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് വേണമെങ്കിൽ അതും കൂടി വന്നാൽ അധികം പൈസയൊന്നും ആകത്തില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ സന്തോഷത്തിന് ഫോട്ടോ ഒക്കെ എടുക്കാനും ഒരു വാളിൽ ഒരു ക്രിസ്മസ് ട്രീ ഇതുപോലെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ എളുപ്പമല്ലേ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിങ്ങനെ ആക്കിയൊക്കെ ഇട്ടിട്ട് എന്റെ ആണ് ഈ ഭിത്തിയിലിട്ട് അങ്ങോട്ട് ഒട്ടാൻ ഇച്ചിരി പാടാണ്. ഈ ഒരു പെയിന്റിന്റെ ആണെന്ന് തോന്നുന്നു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞു പോയതിന്റെ ആ ഒരു ടെൻഷൻ എന്റെ മനസ്സിലുണ്ട് ഗൈസ്. പിന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. സുബി വരുന്നതിന് മുമ്പ് എനിക്ക് ചെയ്ത് തീർക്കണം. അപ്പൊ ഇങ്ങനെ ഡോർ തുറക്കുമ്പോ ഇങ്ങനെ എന്റെ ക്രിസ്മസ് ട്രീ ഇരിക്കുന്ന കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതേണ്ട റെഡിയായി കേട്ടോ. വളരെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ് അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ തൂക്കിയൊക്കെ ഇട്ട് ആ ഒരു കുഞ്ഞു ലൈറ്റൊക്കെ മുകളിലൊക്കെ ചുമ്മാ സെറ്റ് ചെയ്തൊക്കെ വെച്ച് ഉള്ള ഇതിൽ ചെറിയൊരു ക്രിസ്മസ്
ട്രീ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയൊരു സന്തോഷം, 2 ഫോട്ടോ എടുക്കണം, അത്രയൊക്കെയല്ലേ ഉള്ളൂ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കൊച്ചു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി കാണുമെന്ന് എനിക്കറിയാം, എനിക്കിപ്പോഴാണ് ഗൈസ് സമയം കിട്ടിയത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ട്രീയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള പരിമിതികളിലൊക്കെ ഞാൻ ഒരുവിധമൊക്കെ സെറ്റാക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അനക്കാതെയൊക്കെ ഇങ്ങനെ വെക്കണം ഇനി ഇത്ര ദിവസം. അപ്പൊ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, ചെറിയൊരു ട്രീ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ദൈവാനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.